മല കയറാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുടെ അമ്മ നേർന്ന ഒരു നേർച്ചയായിരുന്നു അത്. അടുത്ത പ്രഭാതമാവുന്നതിന് മുമ്പ് മലമുകളിലെ ആരാധനാലയത്തിലെത്തണം. അയാൾ സന്ധ്യയോടെ പുറപ്പെട്ടു. നടക്കാൻ ഒരുപാട് ദൂരമുണ്ട്. അതൊരു കറുത്ത രാത്രിയായിരുന്നു. കയ്യിലെ റാന്തൽ വിളക്കിൻ്റെ പ്രകാശം മാത്രമാണ് മുന്നോട്ടുള്ള വഴി തെളിക്കുന്നത്. കുറച്ച് ദൂരം പോയതോടെ ആ ചെറുപ്പക്കാരൻ മടുത്തു. അയാൾ അമ്മയെ ശപിച്ചു. എങ്ങനെയെങ്കിലും നേരം വിളിപ്പിച്ച് മടങ്ങിപ്പോയി അമ്മയോട് മല കയറിയെന്ന് കള്ളം പറയാം എന്നയാൾ ഉറപ്പിച്ചു. വഴിയരികിലെ ഒരു കല്ലിൽ ആ റാന്തൽ വിളക്കിൻ്റെ അരികിൽ അയാൾ വെറുതെയിരുന്നു. അപ്പോഴുണ്ട് വളരെ പ്രായം ചെന്ന ഒരാൾ ഒരു ചെറിയ വെളിച്ചവുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. ആ ചെറുപ്പക്കാരനെ കണ്ടതോടെ വൃദ്ധൻ ചോദിച്ചു, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ആ യുവാവ് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ഈ വെളിച്ചം കൊണ്ട് ഈ ഇരുണ്ട രാത്രിയിൽ മുന്നോട്ട് പോകാൻ വയ്യ, എനിക്ക് മടുത്തു. ആ വൃദ്ധൻ പറഞ്ഞു, നോക്ക്, ഈ ഒരു ചെറു വെളിച്ചം കൊണ്ട് ഏത് ഇരുട്ടിനെയും അകറ്റി എത്ര ദൂരവും നമുക്ക് നടക്കാൻ പറ്റും. നീ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം ഒരുപക്ഷേ 10 അടി ദൂരത്തേക്കുള്ള പ്രകാശമേ തൽക്കാലം കാണിച്ചു തരൂ. എന്നാൽ ആ 10 അടി ദൂരം നടക്കുമ്പോഴേക്കും അടുത്ത 10 അടി നടക്കാനുള്ള വെളിച്ചം അത് തെളിച്ചു തന്നിരിക്കും. അങ്ങനെ മനസ്സ് വെച്ചാൽ ഈ ഭൂമി മുഴുവൻ നിനക്ക് ചുറ്റി സഞ്ചരിക്കാം. നീ എവിടേക്കാണോ വെളിച്ചം തിരിച്ചു പിടിക്കുന്നത് അവിടേക്ക് പുതിയ വഴികൾ തെളിയുന്നതും നിനക്ക് കാണാൻ സാധിക്കും. ആ വെളിച്ചത്തെയാണ് പ്രതീക്ഷ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്ന് വിളിക്കുന്നത്. പക്ഷേ നിൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ ഇരുട്ടുണ്ടല്ലോ, അതിനെ മാറ്റിമറിക്കാൻ ഒരു സൂര്യൻ്റെ പ്രകാശത്തിന് പോലും സാധിക്കില്ല. നിൻ്റെ മനസ്സിനകത്തുള്ള ആ ഇരുട്ടിനെയാണ് അലസത എന്നും അന്തശൂന്യത എന്നുമൊക്കെ പറയുന്നത്. ഇതിൽ ഏത് വേണമെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. ഇത്രയും പറഞ്ഞ് ആ വൃദ്ധൻ നടന്നു. നേരെ പുലരുമ്പോഴേക്കും അദ്ദേഹം മലമുകളിൽ എത്തിയിരുന്നു. അപ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതാണ് കഥ. എമേഴ്സൺ പറഞ്ഞതുപോലെ, മുന്നിലെ വഴികൾ എല്ലാം അടഞ്ഞാൽ പാതകൾ നയിക്കുന്നിടത്തേക്ക് തന്നെ നിങ്ങൾ പോകണം എന്നില്ല. ഒരു വഴിയുമില്ലാത്തിടത്തേക്ക് നടക്കുക, എന്നിട്ട് പുതിയ ഒരു പാത വെട്ടിത്തെളിക്കുക.